ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സിലുവിൻ്റെ ഒരു ബെഡ് ടൈം റൊട്ടീനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. കിടക്കാൻ പോണതിൻ്റെ മുമ്പ് ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല കേട്ടോ, അതാണ് ഞാൻ അവനെ നല്ലപോലെ കാണിക്കാത്തത്. ഞാൻ അവനെ ഒന്ന് ബാത്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അവൻ്റെ ബാത്ത് അപ്പോൾ അതാണ് ഞാൻ അവിടെ സോൾട്ടിൻ്റെ അപ്പോൾ ഈ പ്രോഡക്റ്റ്സൊക്കെയാണ് ഞാൻ മോനെ ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്നത്. പൗഡർ യൂസ് ചെയ്യാറില്ല കേട്ടോ, ബിക്കോസ് മക്കൾക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ആ പൗഡർ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതാണ് അവൻ്റെ ബോഡി ലോഷൻ. ഇത് നല്ല സാധനം കേട്ടോ, നല്ല ഹൈഡ്രേഷനാണ്. അതുപോലെ നല്ലൊരു സ്മെല്ലും ഉണ്ട്. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഇപ്പോൾ ഇവിടെ കുറേ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒറിജിനൽ തിരിച്ചറിയാനുള്ള ഇതെന്താ വെച്ചാൽ ഇതിനൊരു പ്രത്യേക തരം സ്മെല്ലായിരിക്കും. അധികം സ്മെല്ലും ഇല്ല, എന്നാൽ സ്മെല്ല് തീരെ ഇല്ലായിക്കില്ല. പിന്നെ നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഞാൻ മോൻക്ക് മോർണിംഗിൽ കുളിപ്പിച്ചിട്ട് തേച്ച് കൊടുത്താൽ പിന്നെ ഞാൻ അവന് ഈവനിങ് ഫുഡ് കൊടുക്കുന്ന സമയത്താണ് പിന്നെ അഗൈൻ തേച്ച് കൊടുക്കൽ. അപ്പോഴും അതിൻ്റെ ആ ഒരു ഇത് നിൽക്കലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ അവനക്ക് യൂസ് ചെയ്യണ ഒരു ഹെയർ ആൻഡ് സ്കിൻ റീഫ്രഷ്നർ ആട്ടോ. ഇത് ഞാൻ അവൻ്റെ ഹെയറിലും അതേപോലെ അവന് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം ബോഡിയിലും ഞാൻ യൂസ് ചെയ്യലുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, റാഷ് ക്രീം. ഓക്കെ, ആൾ ഫുള്ള് വികൃതി ആയിരിക്കും കേട്ടോ. ഈ ഡ്രസ്സ് മാറ്റി കൊടുക്കുന്ന സമയത്ത് ഫുൾ വികൃതി തരം മാത്രമേ കാട്ടാറുള്ളൂ. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ രണ്ടാളും കൂടെ കളിക്കും. അവൻ്റെ പപ്പൻ്റെ ഇനിയും കൂടെ കളിക്കും. എന്നിട്ട് ഞങ്ങൾ വാവ പോകണം. വാവ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണെങ്കിലും ഒരു 2 o'clock ആവേ. ഇത് ഞാൻ അവൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ഹെയർ ഫ്രഷ്നറാണ്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ്. ഓനെ ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുക്ക്. ഓനെ ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുക്ക്. ക്യൂട്ടായിണ്ടല്ലേ, ഞങ്ങൾ ബെഡ് ടൈം ആയി, ഞങ്ങൾ ക്യൂട്ട് ബേബി ആയി. അപ്പോൾ പൊന്നൂഷാണ് ഫ്ലൈങ് കിസ് കൊടുത്തേ. ഇപ്പം അതിനുള്ള മൂഡിലല്ല, അതുകൊണ്ട് കേട്ടോ കാണിക്കാത്ത ഫ്ലൈങ് കിസ് ഒക്കെ കൊടുക്കും. മൂഡില്ല ഇവിടെ പൊന്നൂഷ ഒരു ഔവട്ടെ അങ്ങനെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞേ ഓക്കെ ബൈ ഗൈസ്, അസ്സലാമു അലൈക്കും, സീ യു ടുമാറോ പറഞ്ഞേ. ലൈക്ക് ചെയ്യാൻ പറ്റില്ല, ലൈക്ക്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, അസ്സലാമു അലൈക്കും. ഇപ്പം ഇവിടെ ടൈം ഏകദേശം ഒരു 10:30, ഐ തിങ്ക് 11 o'clock ആവാറായി. 10:30, 11 o'clock. ഇപ്പം ഇവിടെ ടൈം 11 o'clock ആയി. ജിയോന്റെ പ്ലേ ടൈം ആണ്. അവനെ ബാക്കിയുള്ള സമയത്തൊക്കെ ഫുള്ള് എൻജോയ് ആക്കും കളിക്കൊക്കെ ചെയ്തു. പക്ഷെ അവൻ കൂടുതൽ ആക്റ്റീവ് ആവുന്ന സമയം ഈ ടൈമാണ്. ഒരു 11 o'clock കഴിഞ്ഞ് മെയിൻലി 12 o'clock കഴിഞ്ഞ് ഒരു 2:30, 3 o'clock വരെ ഫുൾ കളിക്കും. ഞങ്ങൾ എത്ര ആൾക്കാർ നോക്കിയാലും അവൻ ഉറങ്ങൂല, ഫുള്ള് കളിച്ചുകൊണ്ടിരിക്കും. ഐ നോ. ഇപ്പം ഉള്ള സ്വഭാവം കയ്യിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയാൽ അപ്പം കളി. ഇപ്പം ഞാൻ ഉറക്കാൻ വേണ്ടി ഫുള്ള് ഫുഡൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് രാത്രി ചേഞ്ച് ഉറക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ നോ രക്ഷ, അവൻ ഉറങ്ങില്ല നിന്നെ ഫുൾ കളിയാണ്. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്, അസ്സലാമു അലൈക്കും. നാളെ കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. ഓക്കെ ബൈ ഗൈസ്. ഗൈസ്, ഇപ്പോൾ ഇവിടെ സമയം 1 മണി. ഒരാൾ ഇവിടെ സ്റ്റിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി. കുറേ നേരമായി ഞാൻ ഉറക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ആൾ ഉറങ്ങുന്നില്ല. കഴിഞ്ഞു. ഇവനിതേ ഉറങ്ങിയിട്ടില്ല. ഇവൻ ഉറങ്ങിയിട്ട് വേണം എനിക്ക് എൻ്റെ വർക്ക് എടുക്കാൻ, എനിക്ക് എൻ്റെ സ്റ്റുഡൻസിൻ്റെ ലീവ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവൻ ഉറങ്ങുന്നത് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ഞാൻ. പക്ഷേ ഇവനിപ്പോൾ അടുത്തൊന്നും ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുൾ കളിയാണ് ഇപ്പം സ്റ്റിൽ.
അപ്പോൾ ഗൈസ് അറ്റ് ലാസ്റ്റ് ഇതാ നമ്മളെ സിലു ബേബി ഉറങ്ങിയിരിക്കുകയാണ്. ഇപ്പം 3 ആയി. ഇനി എനിക്ക് 4 ആകുമ്പോൾ അത്താഴം ഉണ്ടാക്കാൻ എണീക്കണം. അതാണ് ഇവിടെ 5:27 ആകുമ്പോഴാണ് ബാങ്ക്. അപ്പോൾ അങ്ങനെ ഇതാ ഉറങ്ങി. ഇവനൊരു ആ ടൈം ആകുമ്പോൾ എണീക്കും കേട്ടോ. 5 മണിയാകുമ്പോൾ ആൾ എണീക്കും. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ കിടക്കുക. അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷം 3 മണിയായപ്പോൾ ആൾ ഉറങ്ങി. ഫുൾ കരച്ചിലൊക്കെ ആയിരുന്നു. കുറേ കഴിഞ്ഞ് ഉറക്കം വന്നാൽ പിന്നെ കരയിൽ തുടങ്ങും. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള ഈ ഒരു 1 hour ഞാനൊന്ന് കിടക്കും. അപ്പോൾ അതിനും അത്താഴത്തിന് ടൈമായി. സോ ഇനി നമുക്ക് ഇൻഷാല്ലാ അത്താഴത്തിൻ്റെ ഒരു ഇത് കാണാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഉറക്കി കിടത്തി തൊട്ടിയിലിട്ടതാണ് കേട്ടോ. ബിക്കോസ് എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് തൊട്ടിയിൽ കിടത്തിയതാണ്. അപ്പോൾ ആളെ എങ്ങനെ എണീച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ മിക്ക ദിവസങ്ങളും. ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. സിലുവിൻ്റെ പപ്പ ഉറങ്ങുന്നുണ്ട്. ആൾക്ക് നാളെ മോർണിംഗ് ഡ്യൂട്ടിയാണ്. സോ ആളെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. പാവം നാളെ ആൾക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഡെയിലി റുട്ടീനാണ്. എനിക്ക് വർക്കൊക്കെ ഞാനൊരു 3 hours ഒരു ദിവസം ഉറങ്ങാറുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ആളെ ഉറക്കി കിടത്തിയിട്ട് എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് കിടന്നപ്പോഴത്തേനും ആളെ എങ്ങനെ എണീച്ചിട്ടുണ്ട്. ആൾ പിന്നെയും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പ്രാവശ്യം ഇരിക്കുകയാണ്. അപ്പോൾ ഫീൽ ചെയ്തപ്പോൾ അങ്ങനെ ഉറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഫുൾ ഉറക്കത്തിൽ ഫുൾ ചിരിയായിരുന്നു കേട്ടോ. അവനെ ഷൂട്ട് ചെയ്തില്ല. എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നമ്മൾ നോക്കാൻ പാടില്ല. എത്ര ഞാൻ ചെറുപ്പത്ത് വിട്ടിട്ട് അവനങ്ങനെ ചെയ്യുമ്പോൾ ഞാനങ്ങനെ നോക്കലില്ല. എൻ്റെ റസിയത്തമ്മ കണ്ടാൽ ചീത്ത അറിയാൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റസിയത്തമ്മ എന്ന് പറഞ്ഞത് എൻ്റെ അമ്മേൻ്റെ അമ്മയാണ് കേട്ടോ. വയസ്സ് എൻ്റെ അമ്മേൻ്റെ അമ്മയാണ് വിളിക്കല്. ഇപ്പോൾ 5 ആയി. ഒന്നും ഇതുവരെ ആയിട്ടില്ല. സോ ഞാൻ വേഗം ചോക്കോസ് ഉണ്ടാക്കാൻ നോക്കട്ടെ. ബിക്കോസ് അത് എനിക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ അതിന് നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം ചോക്കോസ് ഉണ്ടാക്കാൻ നോക്കട്ടെ. സിലു ബേബി ആ തെറ്റത്താണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ സിലു ബേബിനെ ആദ്യം എടുത്ത് തൊട്ടി കിടത്തിയിട്ട് വേഗം ആൾക്ക് അതുണ്ടായി കൊടുത്തിട്ട് ആളെ വിളിക്കാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് നാളെ കാണാട്ടോ ഗൈസ്. ബിക്കോസ് ഇനിയിപ്പോൾ ഞാൻ ഒരാൾക്കുള്ള ചോക്കോസ് ഇതൊക്കെ റെഡിയാക്കി ഇനി ഞാൻ നിസ്കരിക്കാനും ഓടാനൊക്കെ ഇരിക്കാൻ പോവാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നാളെ കാണാട്ടോ. ഇവിടെ ബാങ്ക് കൊടുക്കാനായിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ ജിലേബി നിൽച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ സെറ്റാക്കാൻ പോകണം. ഓക്കെ, ബൈ.